നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. കോൺഗ്രസിലൂടെ വളർന്നു വന്ന അതികായന നേതാവാണ് ശരത് പവാർ. അതെ, അദ്ദേഹം തൻ്റെ മകൾ സുപ്രിയ സുലെ അടക്കം പാർലമെൻറ്റിലേക്ക് എത്തിച്ചു. മഹാരാഷ്ട്രയിലും ശക്തമായൊരു നിലപാടുണ്ടായിരുന്ന അദ്ദേഹം അവിടെ നിന്നും NCP രൂപീകരിച്ചു. തൻ്റെ നിലപാട് വീണ്ടും ശക്തമാക്കി. പക്ഷേ അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് ഒതുങ്ങി, മഹാരാഷ്ട്ര സംസ്ഥാനത്തേക്കുള്ളൊരു ഒതുങ്ങി. പിന്നെ അതിൻ്റെ പാർട്ടികൾ നമ്മുടെ കേരളത്തിലടക്കം NCP MLA-മാരൊക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെയും പിളർന്നു. NCP ശരത് പവാർ പക്ഷമായി. NCP SP രണ്ടായി. NCP SP ആയി. 9 MP-മാർ, ലോക്സഭ MP-മാർ, 8 MP-മാരും 10 MLA-മാർ. അതിൽ ഈ 8-ൽ 5 പേർക്കും NDA-ക്കൊപ്പം പോകണം എന്നുള്ള ഒരു നിർബന്ധത്തിൽ നിൽക്കുന്നു. MP-മാരുടെ നിർബന്ധമാണ്, പവാറിൻ്റെ താല്പര്യമാണെന്ന് അറിയില്ല. കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ നടന്നു. പവാറിന് ഇപ്പോൾ NCP SP ഗ്രൂപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ വലിയ താല്പര്യമില്ല. മകളെ എവിടെയെങ്കിലും സുരക്ഷിതയാക്കി നിർത്തണം. കഴിഞ്ഞ തവണ അജിത് പവാറിൻ്റെ മരിച്ചുപോയ അജിത് പവാറിൻ്റെ ഭാര്യയായിരുന്നല്ലോ എതിരാളി നിന്നത്. അവരെ തോൽപ്പിച്ചാണ് സുപ്രിയ സുലെ വീണ്ടും ജയിച്ചു വന്നത്. അപ്പോൾ പക്ഷേ കോൺഗ്രസ്സിൽ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ ചോദിച്ചു മഹാരാഷ്ട്ര കോൺഗ്രസ്സിൽ. അതിനെ ചൊല്ലി തർക്കങ്ങൾ തുടരുന്ന അനിശ്ചിതാവസ്ഥയിലാണ്. ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് BJP-യുടെ ഒരു ഓപ്പറേഷൻ ഹണ്ടിൻ്റെ ഭാഗമായിട്ട് പവാറിൻ്റെ 8 MP-മാരിൽ 5 പേരെങ്കിലും NDA പക്ഷത്തേക്ക് നീങ്ങും, അല്ലെങ്കിൽ ഘടകകക്ഷിയായിട്ട് പവാർ NDA ഘടകകക്ഷിയായി മാറുമെന്ന് പറയുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയുണ്ട്? അല്ലാതെ ഈ മഹാരാഷ്ട്ര പൊളിറ്റിക്സ് എക്കാലവും വളരെ കൗതുകവും അതേസമയം ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഈ ശരത് പവാർ എന്തിനാണ് കോൺഗ്രസ് വിട്ടത്? ശരത് പവാർ അവിടുത്തെ മഹാരാഷ്ട്ര കോൺഗ്രസിൻ്റെ മുടിചൂടാ മന്നനായിരുന്നു. അത് മാത്രമല്ല, രാജീവ് ഗാന്ധിയുടെ മരണശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ചരട് വലിച്ച പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ശരത് പവാറായിരുന്നു. അങ്ങനെ സോണിയയെ തെറ്റുകയും ചെയ്തു. സോണിയയുമായിട്ട് തെറ്റിയത് അപ്പോഴല്ല. സോണിയയുമായിട്ട് അതിന് മുമ്പേ ശരത് പവാറിന് സോണിയെ ഇഷ്ടമല്ല. അതെ, അപ്പോഴേ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അകൽച്ചയുണ്ട്. അത് ഈ 1991 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറഞ്ഞ പോലെ കോൺഗ്രസ് നേരിയ ഭൂരിപക്ഷത്തിന്, കേവലം 2-3 സീറ്റുകളുടെ മാത്രം ഭൂരിപക്ഷത്തിന്, ചില സ്വതന്ത്രന്മാരുടെ പിന്തുണയിൽ ഒക്കെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ നിൽക്കുകയാണ്. അപ്പോൾ അന്ന് പ്രധാനമന്ത്രിയാകാൻ ചരട് വലിച്ചത് ശരത് പവാറാണ്. ആ ശരത് പവാറിനെ സമർത്ഥമായി വെട്ടി PV നരസിംഹറാവു എന്ന ആന്ധ്രാക്കാരനെ, തെലുങ്കനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ കൊണ്ടിരുത്തിയത് മറ്റാരുമല്ല, നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ, സാക്ഷാൽ ലീഡർ K. കരുണാകരൻ അവർകളാണ്. അപ്പോൾ അന്ന് തൊട്ട് കരുണാകരൻ പ്രധാനമന്ത്രിയാവുന്ന നല്ലൊരു അങ്ങനെയും ഒരു വ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് നിന്നില്ല. തന്ത്രപരമായിട്ട് അദ്ദേഹം മറ്റൊരു നീക്കം. കാരണം അദ്ദേഹത്തിന് അറിയാം, ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെന്ന് പെട്ടാൽ നമ്മളെ ചിരിച്ചുകൊണ്ട് കഴുത്തറുത്ത് പൊടിച്ച് തിരിച്ചു വിടും. അപ്പോൾ അത് അദ്ദേഹത്തിന് നല്ല വണ്ണം അറിയാമായിരുന്നുകൊണ്ട് അദ്ദേഹം ഒരു കിങ് മേക്കറായി പുറകെ നിന്ന് കളിച്ചു. നരസിംഹറാവു അവിടെ അധികാരത്തിൽ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നു. പക്ഷെ അതൊരു നല്ല തീരുമാനമായിരുന്നു. കാരണം നരസിംഹറാവു 91 വന്നതിന് ശേഷമാണ് ഇന്ത്യയുടെ തലവര മാറിയത്. അതുവരെ ഈ നെഹ്റുവിയൻ സോഷ്യലിസം ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പൊക്കൊണ്ടിരുന്ന ഒരു അവസ്ഥ. രാജീവ് ഗാന്ധിക്ക് അതിൽ കുറേ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. 5 കൊല്ലം കൊണ്ടൊന്നും അത് സാധിക്കില്ല. പക്ഷേ അതിൻ്റെ തുടർച്ച എന്നോണം വന്ന നരസിംഹറാവു സർക്കാർ, അതായത് ഇടയ്ക്ക് കുറച്ച് നാൾ VP സിംഗിൻ്റെ സർക്കാർ വന്നെങ്കിലും അതിന് അധികം ആയുസ്സുണ്ടായില്ല. നമുക്കറിയാം, ഈ രാമജന്മഭൂമി അയോധ്യ പ്രക്ഷോഭത്തിൽപ്പെട്ട ആ സർക്കാർ വീണതും പിന്നെ ചന്ദ്രശേഖർ പ്രധാനമന്ത്രി, കോൺഗ്രസിൻ്റെ പിന്തുണയോടെ പ്രധാനമന്ത്രി ആയതും ഒക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. എന്തായാലും അങ്ങനെ 91 ശേഷം 96-97 കാലത്താണ് ഈ സോണിയ വീണ്ടും കോൺഗ്രസിൻ്റെ AICC വർക്കിംഗ് കമ്മിറ്റി പ്രസിഡൻ്റായിട്ട് വരുന്നത്, ദേശീയ അധ്യക്ഷയാകുന്നത്. അന്ന് ശരത് പവാർ കോൺഗ്രസ് വിട്ടു. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം, ഒരു വിദേശിയായ വനിതയുടെ കീഴിൽ ഇരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇറ്റലിക്കാരി എന്ന് വിളിക്കുകയും ചെയ്തത്. ഇറ്റലിക്കാരിയായ മദാമ എന്ന അവരെ ശരത് പവാർ മാത്രമല്ല K. കരുണാകരനും വിളിച്ചിട്ടുണ്ട്, K. മുരളീധരനും വിളിച്ചിട്ടുണ്ട്. അത്
പാർട്ടി മാറി പരസ്യമായിട്ട് വിളിച്ചിട്ടുണ്ട് DIC-യിലേക്ക് പോകുമ്പോൾ. അതെ. അപ്പോൾ ഈ അന്ന് ഈ ന്യായം പറഞ്ഞ് സോണിയയുടെ പൗരത്വ വിഷയമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ട് NCP നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച ശരത് പവാർ മഹാരാഷ്ട്രയിൽ ഒരു എന്താ പറയുക അപ്രമാദിത്വമുള്ള ഒരു നേതാവാണ്. മഹാരാഷ്ട്രയിൽ ശരത് പവാറിനെ ഒഴിവാക്കി നിർത്തി മഹാരാഷ്ട്ര രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ലായിരുന്നു ഒരു കാലത്ത്. അങ്ങനെയുള്ള ആ ശരത് പവാർ മഹാരാഷ്ട്രയിൽ NCP രൂപീകരിച്ച് ശരത് പവാറിനൊപ്പം വേറെയും ചില ദേശീയ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് പോയി. ഇരിക്കട്ടെ, അവരല്ലല്ലോ ഇവിടുത്തെ വിഷയം. അങ്ങനെ നിന്ന ശരത് പവാർ 2004 UPA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ UPA സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്ര കൃഷിമന്ത്രിയായി. ഇതുവരെ സോണിയയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. സോണിയയുടെ വിദേശ പൗരത്വമൊക്കെ പറഞ്ഞ് കോൺഗ്രസ് വിട്ടയാളാണ്. പക്ഷേ അന്ന് ഈ പറഞ്ഞതുപോലെ UPA സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതിന് പറഞ്ഞ ന്യായം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെയാണ്, യാടിനെ പട്ടിയാക്കുന്ന തന്ത്രമാണ്. BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഞാൻ കോൺഗ്രസുമായിട്ട് ത്യാഗം ചെയ്യുന്നു, ഞാൻ കോൺഗ്രസിനോട് സന്ധി ചെയ്യുന്നു എന്ന ഒരു ന്യായമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ സന്ധി ചെയ്ത് NCP ഏതാണ്ട് ഉപ്പുവെച്ച കലം പോലെയായി, തകർന്ന് തരിപ്പണമായി. ഈ ശരത് പവാർ വളർത്തിക്കൊണ്ടുവന്ന 2 നേതാക്കൾ, ഒന്ന് അദ്ദേഹത്തിൻ്റെ അനന്തരവൻ അജിത് പവാർ, 2 അദ്ദേഹത്തിൻ്റെ മകൾ സുപ്രിയ സുലെ. ഈ 2 പേരിൽ വലിയ പ്രതീക്ഷയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലശേഷം NCP ഇവർ കൊണ്ടുപോകും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അജിത് പവാറിന് കാറ്റ് മാറി വീശുന്നത് മനസ്സിലായി. 2014 നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അജിത് പവാർ അപകടം മനസ്സിലാക്കി. അജിത് പവാറിനോടൊപ്പം നിന്ന നേതാക്കളും കേന്ദ്ര വ്യോമയാന മന്ത്രിയായിരുന്ന പ്രഫുൽ പട്ടേലിനെയൊക്കെ പോലെയുള്ളവർ അത് മനസ്സിലാക്കി അജിത് പവാറിനോടൊപ്പം ഉറച്ചു നിന്നു. കാരണം ഈ കോൺഗ്രസിനെ നയിക്കുന്ന രാഹുൽ ഗാന്ധിക്കും സോണിയയുടെ കാലം കഴിഞ്ഞു. സോണിയയ്ക്ക് തന്നെ രാഷ്ട്രീയം നന്നായിട്ട് അറിഞ്ഞുകൂടാ. അഹമ്മദ് പട്ടേലിനെ പോലെ ചിദംബരത്തെ പോലെയുള്ള ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള താപ്പാനകളെയൊക്കെ മറികടന്ന് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ പ്രണബ് കുമാർ മുഖർജിയും വലിയ പരിക്കുകൾ ഉണ്ടാക്കാതെ കോൺഗ്രസിനോട് സഹകരിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കി, പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്ന അദ്ദേഹത്തിനെ പ്രസിഡൻ്റാക്കി അദ്ദേഹത്തെ സംതൃപ്തിപ്പെടുത്താൻ സോണിയ ശ്രമിച്ചത് അങ്ങനെയാണ്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. പ്രധാനമന്ത്രി ആകാതെ പോയതിൻ്റെ ഇച്ഛാഭംഗം പ്രണബ് കുമാർ മുഖർജിയിൽ വളരെയധികം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ കാറ്റ് മാറി വീശുന്നു, കോൺഗ്രസിനെ കൊണ്ട് രാഹുലിനെ കൊണ്ട് BJPയെ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്ന് ഇന്ത്യയിൽ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞ പ്രതിപക്ഷ നിരയിലെ നേതാവാണ് അജിത് പവാർ, പ്രഫുൽ പട്ടേൽ പോലെയുള്ള ആൾക്കാർ. അജിത് പവാറിന് 2020-21 കാലയളവിലാണെന്ന് തോന്നുന്നു. അതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയൊരു സൊസൈറ്റി ഇടപാടുണ്ടായിരുന്നു. 25,000 കോടി രൂപയുടെ സഹകരണ മേഖലയിലെ അഴിമതി. ഈ അഴിമതി കേസിൽ അജിത് പവാർ കൊടുങ്ങും, CBI വരുമെന്ന് നേട്ടൊക്കെ ഉറപ്പിച്ചു. അജിത് പവാർ അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നപ്പോഴത്തേക്കാണെന്ന് അദ്ദേഹം പ്ലേറ്റ് മാറ്റുകയും നേരെ NDAയിലേക്ക് അങ്ങ് പോവുകയും ചെയ്തു. അതാണ് അവിടെ രാഷ്ട്രീയ അന്ന് ആരോപിച്ചത്. അത് മാത്രമല്ല, ഇപ്പം ഈ അഴിമതിയും കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ, തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെ ഏത് പാർട്ടിയും ഉപയോഗിക്കും. BJP അത് ഉപയോഗിച്ചിട്ടുണ്ടാവും, നമുക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അജിത് പവാർ വളരെ കൃത്യമായിട്ട് നോക്കൂ. ഇന്നിപ്പോൾ മഹാരാഷ്ട്ര നിയമസഭയുടെ അവസ്ഥ എന്താണ്? അവിടെ പ്രതിപക്ഷം ഉണ്ടോ? ശിവസേനയുടെ കൂടെ എത്ര MLA-മാരുണ്ട്? കോൺഗ്രസിൻ്റെ കൂടെ എത്ര MLA-മാരുണ്ട്? ശരത് പവാർ വിഭാഗത്തിൻ്റെ കൂടെ എത്ര MLA-മാരുണ്ട്? NCP വളരെ കുറച്ച്, അതായത് വിരലിൽ എണ്ണി എടുക്കാവുന്ന MLA-മാർ മാത്രമേ. ഈ 3 പാർട്ടികളെയും, ഉദ്ധവ്, ശിവസേന, കോൺഗ്രസ്, NCP, ശരത് പവാർ, ഈ 3 പേരെയും കൂടെ ചേർത്താൽ ഒരു 50-ൽ താഴെ സീറ്റുകൾ മാത്രമേ, അത്രയൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് കൃത്യമായ കണക്ക് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അത്രയൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്. BJP തന്നെ 218 സീറ്റിലെന്തോ ജയിച്ചില്ല. NDA തന്നെ അത്രയും ജയിച്ചില്ലേ BJP നേതൃത്വം കൊടുക്കുന്നത്? അപ്പോൾ മാത്രമല്ല, ഇപ്പം ഉദ്ധവ് ശിവസേന വിഭാഗം പിളർന്ന് ആ MLA-മാരും MP-മാരും ഒരുപാട് പേര് ഷിൻഡെ പക്ഷത്തേക്ക് പോവുകയും ചെയ്തു.
അപ്പോൾ ശരിക്കു പറഞ്ഞാൽ മഹാരാഷ്ട്ര നിയമസഭയിൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രതിപക്ഷമില്ലാത്ത അവസ്ഥ, പ്രതിപക്ഷ നേതാവില്ല അവിടെ ഇപ്പോൾ. കാരണം പ്രതിപക്ഷ നേതാവാകാൻ മാത്രമുള്ള MLA-മാർ ഒരു പാർട്ടിക്കും, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്കും ഇല്ല. പിന്നെ എങ്ങനെ അവിടെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും? അപ്പോൾ NCP ഈ അപകടം നന്നായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇത് അജിത് പവാർ നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് കക്ഷി ഇവിടുന്ന് പാലം വലിച്ച് നേരെ അങ്ങോട്ട് ചാടിയത്. അദ്ദേഹം NCP-യെ പിളർത്തി കുറേ MP-മാരെയും MLA-മാരുമായിട്ട് അദ്ദേഹം നേരെ അങ്ങോട്ട് പോയി. എന്നിട്ട് അവിടെ പിന്നെ NDA-യിൽ കടന്നുകൂടുകയും അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിയൊക്കെ കൊടുത്ത് ചിഹ്നവും പാർട്ടിയുടെ പേരും എല്ലാം അദ്ദേഹത്തിൻ്റെ പക്ഷം സ്വന്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ ശരത് പവാർ ശരിക്കും ഇപ്പോൾ NCP ആണെന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം യഥാർത്ഥ NCP അജിത് പവാറിൻ്റെ NCP ആണ്, അതിപ്പോൾ NDA-യിലാണ്. അപ്പോൾ ഈ ശരത് പവാർ വളരെ ബുദ്ധിമാനാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പക്ഷെ ശരത് പവാറിനെ BJP സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ശരത് പവാറിന് BJP-യിൽ കടന്നുകൂടണമെങ്കിൽ വെറുതെ കടന്നുകൂടാൻ പറ്റില്ല. ഇനിയിപ്പോൾ ശരത് പവാറിന് ആരോഗ്യമൊക്കെ വളരെ മോശമാണ്, അദ്ദേഹത്തിന് വായിൽ ക്യാൻസർ വന്ന് ഈ താടിയെല്ലൊക്കെ എടുത്ത് കളഞ്ഞ് സത്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അദ്ദേഹം സംസാരിക്കാനൊക്കെ അനുഭവിക്കുന്നുണ്ട്. പണത്തിൻ്റെ ഒരു ബലത്തിൽ ഒരു വലിയ രാഷ്ട്രീയ നേതാവായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നത്, പണത്തിൻ്റെ ബലത്തിലാണ്. കാരണം അത്ര കൂടിയ മരുന്നുകളും കൂടിയ ചികിത്സയും ഒക്കെ വിദേശത്തൊക്കെ പോയി ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹം ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മകൾ സുപ്രിയയെ ഒരു സുരക്ഷിതമായ ഇടത്ത് എത്തിക്കണം. ഇനിയിപ്പോൾ ഈ കോൺഗ്രസ്, ഈ സോണിയ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് BJP-യിലേക്ക് പോകണം. BJP-യിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? BJP അവിടെ ചെന്നാൽ ഒരു ഈ വരുന്നയാളിൻ്റെ വലുപ്പം കണ്ടിട്ടാണല്ലോ സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പം ആ വരുന്നയാൾ ആരാണ്, ആ ആളിന് എന്ത് വലുപ്പമുണ്ട്, മീൻസ് ആ ആളിന് എത്ര പ്രാധാന്യമുണ്ട് സമൂഹത്തിൽ, ആ ആളിന് എത്ര സ്വാധീനമുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ ആ ആളിനെ സ്വീകരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇരിക്കും, ഒരു ചായ കുടിക്കാം. പക്ഷെ മറ്റതങ്ങനെയല്ല, നമ്മൾ എണീറ്റ് എന്ന് തൊഴുത് കൈയൊക്കെ പിടിച്ച് സ്വീകരിച്ചു കൊണ്ടുവന്നിരുത്തും അല്ലേ. അപ്പോൾ അങ്ങനെ BJP-യിൽ NDA-യിൽ സ്വീകരണം കിട്ടണം. ആ സ്വീകരണം കിട്ടണമെങ്കിൽ താൻ ഇപ്പോഴും കരുത്തനാണ് എന്ന് തെളിയിക്കണം. സമ്പത്ത് കൊണ്ടൊക്കെ അദ്ദേഹം കരുത്തനാണ്, പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം MP-മാരുടെയും കാര്യത്തിൽ കരുത്തില്ല. അപ്പോൾ ഇപ്പോൾ MP-മാർ അദ്ദേഹത്തിൻ്റെ കൂടെ 8 MP-മാർ നിൽക്കുന്നുണ്ട്. അതിൽ 5 പേര് നേരത്തെ തന്നെ ഈ അജിത് പവാറിനൊപ്പം പോകാൻ തയ്യാറായി, നമുക്കതാണ് നല്ലത് എന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. ആ സമ്മർദ്ദം ചെലുത്തൽ ഇങ്ങനെ കൂടി വന്നപ്പോഴാണ് അജിത് പവാർ ഒരു വിമാനാപകടത്തിൽ മരിക്കുന്നത്. അതോടുകൂടി അതിനൊരു ബ്രേക്ക് ഉണ്ടായി. ഇപ്പോൾ ഈ 5 MLA-മാർ പറയുന്നത് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. മാത്രമല്ല പഴയ പല സംഭവങ്ങളും ഇങ്ങനെ ശവക്കുഴി തോണ്ടി പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അതിൽ ശരത് പവാറിനെ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുള്ളത് 2008 നവംബർ 26 നടന്ന മുംബൈ ആക്രമണമാണ്. ആ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട്. എങ്ങനെയാണ് ഈ മുംബൈ ആക്രമണം നടന്നത്, ഈ ആസൂത്രണം ചെയ്ത ആൾക്കാരെയും അതിൽ പങ്കെടുത്തവരെയൊക്കെ നമ്മളിപ്പോൾ കണ്ടെത്തി തിരിച്ചു. ഇത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തഹാവൂർ റാണയും ചേർന്നാണ് ആസൂത്രണം ചെയ്തത്. അജ്മൽ കസബ് അടക്കമുള്ള 10 പേരെയാണ് പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് വിട്ടത്. അവരെങ്ങനെയാണ് വന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച ചില ആൾക്കാരുമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധം പുറത്തു വരാനുണ്ട്. അത് പുറത്തു വരുമ്പോൾ അന്ന് ഈ ആക്രമണം ഉണ്ടാകുന്ന കാലത്ത് BJP RSS-നെയാണ് ഏറ്റവും കൂടുതൽ പഴി പറഞ്ഞത്. ഈ അജ്മൽ കസബിനെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കേസിൽ പ്രതിയാക്കപ്പെടുക RSS ആണ്. അത്രത്തോളം വലിയ ഗൂഢാലോചന അതിൽ നടന്നു. അത് നമുക്ക് വളരെ വിശദമായിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്, ഞാനത് നമുക്ക് പിന്നീട് ചെയ്യാം. പക്ഷെ അന്ന് വേറെ ചില മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിന്ന് ഇവർക്ക് ചില സഹായങ്ങൾ കിട്ടിയിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടുണ്ട്, അതിൻ്റെ തെളിവുകളുമുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ ഈ ശവക്കുഴി തോണ്ടി ഇങ്ങനെ പഴയ പല സംഭവങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. UPA സർക്കാരിൻ്റെ കാലത്ത് രാജ്യദ്രോഹ കുറ്റമായിട്ട് തന്നെ അത് വരും. അവിടെ അതിൽ നിന്ന് രക്ഷപ്പെടണം. ഇതൊക്കെയാണ് പവാറിൻ്റെ കണക്കൂട്ടൽ. ഇത്
പവാർ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ കോൺഗ്രസിനോടൊപ്പം കുരുങ്ങും എന്ന് തീർച്ചയാണ്. അപ്പോൾ അതൊക്കെ ആ പഴയ ശവക്കുഴികളൊന്നും ഇനി തോണ്ടരുത്. അത് ശവക്കുഴി തോണ്ടി ഇനി കാര്യങ്ങൾ പുറത്തു വന്നാൽ അത് വലിയ അപകടമാണ്. ഒരുപാട് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ മറാഠ പൊളിറ്റീഷ്യൻസിലെ ഒരുപാട് പേരുടെ തലകൾ ഉരുളും. അത് ഉരുളാതിരിക്കാൻ ഇനിയിപ്പോൾ ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനെ പിടിച്ചിട്ട് രക്ഷയൊന്നുമില്ല. എന്നാൽ പിന്നെ നമുക്ക് NDAയിലേക്ക് ചേക്കേറാം. NDA ആണെങ്കിലോ ഈ പറഞ്ഞ പോലെ BJP 240 MP ഉള്ളൂ. BJPക്ക് 3/2 ഭൂരിപക്ഷം ഭരണഘടനാ ഭേദഗതിക്ക് വേണം. അപ്പോൾ തൃണമൂല് പൊളിഞ്ഞ് 20 MP വന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ MP BJP കൊണ്ടുവരുന്നുണ്ട്. പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടി ഒരു വഴിക്കായി. അതിലെ രാജ്യസഭാ MP കൂടോടെ BJPയിലേക്ക് ചേർന്നു. അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ നിൽക്കുന്നു. ആ സ്റ്റാലിനും വേറെ വഴിയൊന്നുമില്ല. അവസാനം BJPക്കൊപ്പം ഇപ്പം വലിയ കാര്യത്തിലൊക്കെ എല്ലാവരും ചേർന്ന് ഒപ്പൊക്കെ ഇട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തൊക്കെ കൊടുത്തു, നിവേദനമൊക്കെ കൊടുത്തു. പക്ഷേ കാര്യത്തോടെടുക്കുമ്പം പാർലമെൻറ്റിൽ വരുമ്പം സ്റ്റാലിൻ്റെ MP കൈവെക്കും BJPക്ക് അല്ലെങ്കിൽ NDA സർക്കാരിന് അനുകൂലമായിട്ട്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാൽ ഇപ്പോൾ ഒരു സാധ്യതയുണ്ട്. കാരണം BJPക്ക് MP ആവശ്യമുണ്ട്. അതുകൊണ്ട് 8 എങ്കിൽ 8 ശരി അങ്ങോട്ട് പോകാം. പക്ഷെ വെറുതെ കയ്യും വീശി അങ്ങോട്ട് ചെന്നാൽ പറ്റില്ല. അപ്പോൾ അതിനൊരു തന്ത്രം ഇറക്കി. സുപ്രിയ സുലെ കേന്ദ്രമന്ത്രി ആക്കണം, യൂണിയൻ മിനിസ്റ്റർ ആക്കണം. അല്ലാതെ MOS ഒന്നും പറ്റില്ല, സഹമന്ത്രിയൊന്നും പറ്റില്ല, ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാക്കണം. അപ്പോൾ അതിനവിടെ കയ്യും വീശി ചെന്ന് കയറിയിട്ട് കാര്യമില്ല. അപ്പോൾ ഉടനെ ഒരു കഥയുണ്ടാക്കി കോൺഗ്രസ്സിൽ ലയിക്കാൻ. NCP കോൺഗ്രസ്സിൽ ലയിക്കാൻ പോകുന്നു. അപ്പോൾ കോൺഗ്രസ്സിൽ ലയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് MP എണ്ണം കൂടുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് മാത്രമല്ല, BJPക്ക് ഒരല്പം അങ്കലാപ്പുണ്ടാക്കുന്ന, ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പരമാവധി കോൺഗ്രസ്സിലെ MLA വിഘടിപ്പിച്ച് പ്രതിപക്ഷത്തെ വിഘടിപ്പിച്ച് പരമാവധി MP അവിടെ നിന്ന് അടർത്തിയെടുക്കുക. കോൺഗ്രസ് ഇന്ന് ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികളെ ആരെ കിട്ടിയാലും BJP, ഇനിയിപ്പോൾ ഒരേ ഒരു അംഗമുള്ള CPM നാളെ BJPയെ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞാൽ BJP അതും സ്വീകരിക്കും. അവർക്കതിന് മടിയൊന്നുമില്ല. അവർക്ക് ആവശ്യം പാർലമെൻറ്റിൽ അവർക്ക് 3/2 MP ഉണ്ടാകണം, പിന്തുണ ഉണ്ടാകണം. അതാണ് BJPയുടെ ആവശ്യം. അതുകൊണ്ട് BJP അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് രാഷ്ട്രീയ തന്ത്രവും പ്രയോഗിക്കും. ഇവിടെ ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ആവശ്യം മനസ്സിലാക്കി അങ്ങോട്ട് ചെല്ലാൻ തയ്യാറാണ്. പക്ഷേ നമുക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടണം, മോളെ കേന്ദ്രമന്ത്രിയാക്കണം. അപ്പോൾ അതിനൊരു പുതിയ കഥ ഇറക്കി കോൺഗ്രസുമായിട്ട് ഞങ്ങൾ ലയിക്കാൻ പോകുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ MP എണ്ണം കൂടും. ഇത് വെച്ച് വില പേശുകയാണ് BJPയുടെ അടുത്ത്. ശരത് പവാർ കൃത്യമായിട്ട് രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റാൻ അറിയുന്നയാളാണ്. വളരെ ഭംഗിയായിട്ട് അത് എത്രയോ വർഷം ചെയ്തുകൊണ്ടിരുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നയാളാണ്. അതുകൊണ്ട് ഈ ഒരു വിലവേശൽ തന്ത്രം BJPയുടെ അടുത്ത് എടുക്കുകയാണ്. അപ്പോൾ BJP പറയും ശരി, എന്നാൽ പിന്നെ നിങ്ങൾ നിങ്ങൾ കോൺഗ്രസ്സിലേക്ക് പോകണ്ട, നിങ്ങൾ ഇങ്ങോട്ട് NDAയിൽ എന്തായാലും അജിത് പവാർ വിഭാഗം ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ NCP ആയിട്ട് നിങ്ങൾ അവിടെ തന്നെ നിന്നോ, സുപ്രിയയെ ഞങ്ങളൊരു നല്ല പദവി കൊടുക്കാം എന്ന് മോദിയും അമിത്ഷായും പറയണം. അങ്ങനെ പറയിക്കാനുള്ള തന്ത്രമാണ് ഈ കോൺഗ്രസ് ലയനം. അല്ലാതെ അതിൽ കവിഞ്ഞ യാതൊന്നും അതിനകത്തില്ല. ഇപ്പോൾ പവാറിൻ്റെ കുരുട്ട് ബുദ്ധി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു വശത്ത് അദ്ദേഹത്തിന് പഴയ മുംബൈ ടെറർ അറ്റാക്കിലെ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കണം. അങ്ങനെ പുറത്തു വന്നാൽ അത് NCPയിലെയും അന്നത്തെ അവിടുത്തെ കോൺഗ്രസ് സർക്കാരിലും ഒക്കെ അത് വലിയ, അന്ന് കോൺഗ്രസ് നേതാക്കൾ, മന്ത്രിസഭയിലുണ്ടായിരുന്നവർ, അന്നത്തെ മുഖ്യമന്ത്രി ഒക്കെ പെടും. അവർക്കെല്ലാം എതിരെ അന്വേഷണം വരുന്നു എന്ന് മാത്രമല്ല, ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹേമന്ത് കർക്കരെ തുടങ്ങിയ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് ഉത്തരം പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, മുംബൈ ഭീകരാക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ കോൺഗ്രസ് നേതാവായ ദിഗ്വിജയ് സിംഗ്, മുമ്പ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്, അദ്ദേഹം സഫ്രോൺ ടെററിസം, കാവി ഭീകരത, ഹിന്ദു ഭീകരത എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നു. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? എങ്ങനെയാണ് കേണൽ ശ്രീകാന്ത് പുരോഹിത് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് അറസ്റ്റിലായത്? അതിൻ്റെ പുറകിലെ കളി എന്തായിരുന്നു? ഇതെല്ലാം പുറത്തു വരും.
ഇതൊരു വലിയ കോക്കസ്, അന്നത്തെ UPA സർക്കാരിലെ ഒരു വലിയ കോക്കസ് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണിതൊക്കെ. ഇതിനൊക്കെ ഇപ്പോൾ കുറേശ്ശെയായിട്ട് ഇതിൻ്റെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഹോം സെക്രട്ടറി ആയിരുന്ന RVS മണി വളരെ ഉയർന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം നടത്തിയ വെളിപ്പെടുത്തലുകൾ, അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ ആത്യന്തികമായിട്ട് ശരത് പവാറിന് മുമ്പിൽ വേറെ വഴിയില്ല. പക്ഷേ BJPയിൽ വെറുതെ അങ്ങ് രണ്ട് കൈയും വീശിച്ചെന്ന് കയറാൻ വയ്യ. ഒരു വിലപേശൽ നടത്തി BJPയിൽ നിന്ന് കിട്ടാവുന്ന, NDAയിൽ നിന്ന് കിട്ടാവുന്ന, മോദിയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ നല്ല പദവികളും വാങ്ങിച്ചുകൊണ്ട് കയറുക. ശരത് പവാർ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുക, പകരം മകളെ മുന്നോട്ട് വയ്ക്കുക, സുപ്രിയ സുലെ. ഇതാണ് ഈ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ, മറാഠ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അവർക്കൊന്നും ചെയ്യാനില്ല. ഉള്ള ഏതാനും MLA-മാരുമായിട്ട് അജിത് പവാറിൻ്റെ ഗ്രൂപ്പിൽ ഇരുന്നാൽ പറയാം, ഞങ്ങളും കൂടെ ചേർന്നാണ് ഭരിക്കുന്നത്. ഫട്നാവിസിന് ഭരിക്കാൻ ഇപ്പോൾ ഈ രണ്ടുപേരും അവിടെ നിൽപ്പുണ്ട്. ആരാ? ശിവസേന ഷിൻഡെ വിഭാഗമുണ്ട്, അജിത് പവാർ വിഭാഗമുണ്ട്. ഇവർ രണ്ടുപേരുടെയും പിന്തുണ ദേവേന്ദ്ര ഫട്നാവിസിന് കിട്ടുന്നുണ്ട്. ഫട്നാവിസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ ഏതാനും സീറ്റുകളുടെ കുറവേ ഉള്ളൂ. വലിയ ഒരു മാർജിനൊന്നുമല്ല, വളരെ കുറച്ച് സീറ്റുകളുടെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അജിത് പവാർ വിഭാഗത്തിനോ ഷിൻഡെ വിഭാഗത്തിനോ ദേവേന്ദ്ര ഫട്നാവിസിനോട് വിലപേശാൻ കഴിയില്ല. പിന്നെയല്ലേ ശരത് പവാറിന്. തീർച്ചയായും. അപ്പോൾ ഇതെല്ലാം കൂടെ കലങ്ങി മറിഞ്ഞ് തെളിയും. സംഭവിക്കാൻ പോകുന്നത് സുപ്രിയ സുലെയുടെ നേതൃത്വത്തിൽ ഈ 8 MPമാർ NDAയുടെ അജിത് പവാർ വിഭാഗത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു. സുപ്രിയ സുലെ ചിലപ്പോൾ മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. അത് ക്യാബിനറ്റ് റാങ്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ. അതുപോലെ തന്നെ മഹാരാഷ്ട്ര സർക്കാരിലും ആൾറെഡി അജിത് പവാറിന്റെ ഭാഗം ഉണ്ടല്ലോ. അപ്പൊ ഇവരുടെ MLA-മാർ കൂടെ ചേരുമ്പോൾ ചിലപ്പോൾ അതിലൊരാളെ കൂടെ മന്ത്രിയാക്കിയെന്നിരിക്കും. അല്ലാതെ വലിയ സമ്മാനങ്ങളൊന്നും പാരിതോഷികങ്ങളൊന്നും ദേവേന്ദ്ര ഫട്നാവിസിന്റെ അടുക്കൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. മോദിയുടെയും അമിത്ഷായുടെ അടുക്കലെന്നും അത് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഈ കോൺഗ്രസിൽ ലയിക്കുമെന്ന് വിലപേശുമ്പോൾ അത് BJPക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അത് സംഭവിക്കാതിരിക്കാൻ BJP അവിടുന്ന് ശ്രമങ്ങൾ നടത്തും. അങ്ങനെ ഒരു കോംപ്രമൈസിൻ്റെ ഭാഗമായിട്ട് സുപ്രിയ സുലെയ്ക്ക് ഒരു പക്ഷേ ഒരു ക്യാബിനറ്റ് റാങ്ക് കിട്ടിയേക്കാം, അല്ലെങ്കിൽ സ്വതന്ത്ര പദവിയുള്ള ഒരു MOS കിട്ടിയേക്കാം. അങ്ങോട്ടേക്കാണ് മറാഠ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്.